ആൾബലവും ആസ്തിയും ഉണ്ടെങ്കിൽ എല്ലാം സ്വന്തം വരുതിക്കുള്ളിലാക്കാം എന്ന് ചിന്തിക്കുന്നത് മഠേത്തരമാകുന്നു. അങ്ങനെ ചിന്തിച്ച് ആരും വിജയിച്ചിട്ടില്ലാത്ത ചരിത്രമാകുന്നു മനുഷ്യവർഗത്തിനുള്ളത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ജീവസന്ദേശത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുന്നറിയിപ്പുകളെ നൽകിയതിന് ശേഷം മാത്രമാകുന്നു ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ശിക്ഷാവിധി നടപ്പാക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജനങ്ങൾ ദൈവകോപത്തിൻ്റെ പാത്രങ്ങളായി മാറ്റപ്പെടുന്നത്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നാം എത്രത്തോളം ശ്രദ്ധയോട് കരുതണം എന്നാകുന്നു ഇത് വെളിപ്പെടുത്തുന്നത്. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 15 മുതൽ 17 അധ്യായങ്ങൾ ഇന്ന് നമ്മൾ കടന്നു പോകാം. യെശയ്യാ പ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 ജാതികളിന്മേൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. എന്തെങ്കിലും വഹിക്കുന്നതിനെക്കുറിച്ചാണല്ലോ ഭാരം എന്ന് പറയുന്നത്. ഭാരം എന്നതിന് പകരം ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് തികച്ചും ശരിയായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനപരമായ ന്യായവിധികളിൽ അധികവും നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. അവ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ 9 വിജാതീയ രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഇവയിൽ അധികവും ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ബാബേലിന്മേൽ വന്ന ഭാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇന്ന് 15ഉം 16ഉം അധ്യായങ്ങളിൽ മോവാബിന്മേൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ലോക മഹാശക്തിയായി വിശേഷിപ്പിക്കപ്പെട്ട ബാബേലിനെക്കുറിച്ച് പറയുവാനും 2 അധ്യായം മാത്രമേ എടുത്തിട്ടുള്ളൂ. താരതമ്യേന ചെറുതെന്ന് തോന്നുന്ന അപ്രസക്തമായിരിക്കുന്ന മോവാബിനെക്കുറിച്ചും അത്രയും തന്നെ സമയമെടുത്ത് അല്ലെങ്കിൽ അധ്യായമെടുത്ത് സംസാരിച്ചത് തീർച്ചയായും ആശ്ചര്യമായി തോന്നാം. എന്നാൽ യെശയ്യാവിൻ്റെ കാലത്തിന് മുമ്പ് ദാവീദിൻ്റെ കാലത്ത് മോവാബ് വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു രാജ്യമായിരുന്നു. മോവാബ് അല്ലെങ്കിൽ മോവാബിയർ ആരെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതെ, ലോത്തിന് തൻ്റെ മൂത്ത പുത്രിയിൽ വളരെ മ്ലേച്ഛമായ ഒരു ബന്ധത്തിലൂടെ ഉണ്ടായ ജനതയാണ് മോവാബിയർ. ഈ ബന്ധത്തിലുണ്ടായ മകനായ മോവാബാണ് മോവാബ്യരുടെ പിതാവ്. ഈ ജനം നിരന്തരം ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുക്കളായി തീർന്നു. അവരുടെ രാജാവായിരുന്ന ബാലാക്കാണ് ഇസ്രായേലിനെ ശപിക്കുവാൻ പ്രവാചകനായ ബിലെയാമിനെ കൂലിക്ക് വിളിച്ചത്. ഓർക്കുന്നില്ലേ? ഇസ്രായേൽ മക്കൾ മോവാബ് ദേശത്തുകൂടി കടന്നുപോയപ്പോൾ അവർ ഭയപ്പെട്ടു എന്നതാണ് കാരണം. രൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ മനോഹരമായ കഥയിൽ ഒരു മോവാബ്യ പെൺകുട്ടിയെ പറയുന്നതായി നാം കാണുന്നുണ്ട്. അതെ, രൂത്ത്. ഈ മോവാബ്യ പെൺകുട്ടി വളരെ നല്ലവളായിരുന്നു. മോവാബിലുള്ള നല്ലവരായ ഏതാനും ചിലരിൽ ഒരാളായിട്ടാണ് രൂത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദാവീദും ഭാഗികമായി ഒരു മോവാബ്യനായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ദാവീദിൻ്റെ പിതാവായ ഇശായി ബോവസിൻ്റെയും രൂത്തിൻ്റെയും മകനായ ഓബേദിൻ്റെ മകനായിരുന്നല്ലോ. ആ പിന്തുടർച്ചക്കാരനായിരുന്നു. ദാവീദിന് മോവാബ് ദേശത്ത് ചാർച്ചക്കാരുണ്ടായിരുന്നു. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാവീദ് തൻ്റെ അപ്പനെയും അമ്മയെയും മോവാബിലാണ് കൊണ്ടുപോയി പാർപ്പിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഇന്ന് മോവാബ് രാജ്യം അപ്രത്യക്ഷമായിരിക്കുന്നു, അങ്ങനൊന്നില്ല. എന്നാൽ ഇന്നത്തെ മോവാബ്യർ വാസ്തവത്തിൽ ആരാണ്? അതെ, ഇതിനൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്.
ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും എന്നാൽ ദൈവവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെയാണ് മോവാബ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവമക്കളെന്ന് അവകാശപ്പെടുകയും എന്നാൽ ദൈവവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെയാണ് മോവാബ് കാണിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലുടയന്മാരത്രേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഫെലിക്സിനെയും ഫെസ്തോസിനെയും പോലെ മോവാബ്യരും ദൈവരാജ്യത്തിൽ നിന്നും അകന്നവരല്ലായിരുന്നു, എന്നാൽ ഒരിക്കലും അവർ അതിൽ പ്രവേശിച്ചില്ല. അവർ ദൈവജനത്തിൻ്റെ അയൽക്കാരായിരുന്നു, എന്നാൽ അവർ ഒരിക്കലും ദൈവത്തെ അനുഗമിക്കുന്നവരായിരുന്നില്ല. അതുമൂലം ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നുമില്ല. ആധുനിക മൊവാബ്യർ നമ്മുടെ കൂട്ടങ്ങളിലുണ്ട്. അവർ ക്രിസ്തുവിശ്വാസികളായി അഭിനയിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാം. അവരെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞത്. അവിടെ നാം വായിക്കുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും എന്ന്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന് യൂദായുടെ ലേഖനം 16-ാം വാക്യത്തിലും അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ആധുനിക മൊവാബ്യർ ദൈവഭക്തരല്ലെങ്കിലും അപ്രകാരം നടിക്കുന്നവരാണ്. അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിച്ച് മുഖസ്തുതിയുടെ വാക്കുകൾ പറയുന്നവരാണ്. എന്നാൽ യാതൊന്നും കിട്ടുകയില്ലെന്ന് കണ്ടാൽ ഉടൻ അവർ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും. മൊവാബ്യരെ ഒരിക്കലും ഇസ്രായേല്യർക്ക് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവർ ചതി കാണിക്കുന്നവരായിരുന്നു എന്നാണ് നാം കാണുന്നത്. അതാണ് അവരുടെ ചരിത്രം. മോവാബിന് വന്ന് ഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യെശയ്യാപ്രവചനം 15-ാം അധ്യായത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകം, ഒരു രാത്രിയിൽ മോവാബിലെ 6 പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ മോവാബിൻ്റെ നാശം പെട്ടെന്നാണ് സംഭവിച്ചത്. ദേശത്ത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് എത്ര പെട്ടെന്നാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനായി ഒരു രാത്രിയിൽ എന്ന ശൈലി ആവർത്തിച്ച് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. കൊടുങ്കാറ്റ് രാത്രിയിലുണ്ടായി. അവളുടെ വിലാപത്തിൻ്റെ രാത്രി ഒരിക്കലും അവസാനിച്ചതുമില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും അവിശ്വസനീയമാം വിധം അശൂർ ഈ ജാതിയെ നശിപ്പിച്ചു കളഞ്ഞു. അവർ മോവാബിനെ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയെന്ന് പറയാം. ചാവുകടലിന് തെക്ക് കിഴക്ക് ഏകദേശം 10 മൈൽ ദൂരത്ത് പർവ്വത മുകളിലുള്ള കെരാഖ് പട്ടണമാണ് കീർ എന്ന് ഇവിടെ നാം വായിച്ചത്. ഇനി 2-ാം വാക്യത്തിലേക്ക് വരാം. 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ബെയ്ത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും മെദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്രിച്ചും ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പട്ടണങ്ങളും സ്ഥലങ്ങളും എല്ലാം യെശയ്യാവിൻ്റെ കാലത്ത് മോവാബ് ദേശത്തുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അത് പ്രസക്തമായ പട്ടണങ്ങളായിരുന്നിരിക്കാം. മോവാബ്യർ ദൈവത്തെ അറിയുന്നവരാകുന്നു എന്ന് പറഞ്ഞിരുന്നു എങ്കിലും തങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാതികളുടെ ദേവന്മാർക്ക് പ്രതിഷ്ഠിച്ച ദേവാലയങ്ങളിൽ അവർ തങ്ങളുടെ സമയം ചെലവഴിച്ചതുകൊണ്ട് ഈ പട്ടണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുവാൻ പോവുകയാണ് എന്നത്രേ പ്രവാചകൻ ദൈവശബ്ദമായി അവരെ അറിയിക്കുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ വീഥികളിൽ അവരെ രട്ടുടുത്തു നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു.
യെശയ്യാവിൻ്റെ കാലത്ത് അതൊരു സമ്പന്ന രാജ്യമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി അതിന്മേൽ വരികയാണ് ചെയ്തത്. മോവാബിനെക്കുറിച്ച് പ്രവാചകൻ്റെ സഹതാപം നാം തുടർന്ന് കാണുന്നു. യെശയ്യാ പ്രവാചകൻ പോലും ദുഃഖിക്കത്തക്ക വിധത്തിൽ മോവാബിന്മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി അത്ര കഠിനമായിരുന്നു. ഇനി നാം 5-ാം വാക്യത്തിലേക്കാണ് വരുന്നത്. 5-ാം വാക്യം: എൻ്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത് സ്ലയീശയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹിത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു. ഹോരോന്യമയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിൻ്റെ നിലവിളി കൂട്ടുന്നു. മോവാബ് ഇസ്രായേലിൻ്റെ ശത്രുവായിരുന്നുവെങ്കിലും അവരുടെ മേൽ വന്ന ദൈവന്യായവിധിയുടെ കാഠിന്യ നിമിത്തം പ്രവാചകൻ്റെ ഹൃദയം പോലും അലിഞ്ഞുപോയി എന്ന് നാം കാണുന്നു. ദൈവത്തിൻ്റെ മനസ്സാണ് ഇത് വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ജനങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിലും ദൈവം ഇന്നും അവരെ സ്നേഹിക്കുന്നു. പാപം ചെയ്യുക മൂലം നമുക്ക് തന്നെ നാം ദോഷം വരുത്തി വെക്കുകയാണ്. നാം അപ്രകാരം അജ്ഞത കാട്ടുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ളത്, എനിക്ക് തോന്നുന്നു, ദേഷ്യത്തെക്കാൾ ഉപരി സഹതാപമാണ്. നാം അവങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്നും നമ്മോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് യെശയ്യാവും പറയുന്നത്. ഈ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്നും അവരോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോവാബ് ദേശത്തിനുണ്ടായ നാശത്തിൻ്റെ വിശദീകരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അക്ഷരികമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുണയുടെ ഭാഗഭാക്കുകളാകുവാൻ ദൈവം മോവാബ്യരെ അന്തിമമായി വിളിക്കുന്നതത്രേ 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത്. ഞാൻ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. നിങ്ങൾ ദേശാധിപതിക്കു വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പീൻ. ഇസ്രായേലിലെ യാഗപീഠത്തിൽ യാഗം കഴിക്കുവാൻ മോവാബിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയെ ഇസ്രായേലിലേക്ക് അയക്കേണ്ടത് ആവശ്യമായിരുന്നു. ക്രിസ്തുവിനെ ശരിയായി ചിത്രീകരിക്കുന്ന യാഗമൃഗമാകുന്നു ആട്ടിൻകുട്ടി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നത്രേ. അവർ ഒരു ആട്ടിൻകുട്ടിയെ അയച്ചാൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ അവർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ അവർ ആട്ടിൻകുട്ടിയെ ഇസ്രായേലിലേക്ക് അയച്ചില്ല. ദൈവം മുൻപാകെ തങ്ങൾ പാപികളെന്നോ തങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവരാകുന്നു എന്നോ അംഗീകരിക്കാതെ ഭക്തി നടിക്കുന്നവരായിരിക്കാനാണ് മോവാബ്യർ ആഗ്രഹിച്ചിരുന്നത്. അതായിരുന്നു മോവാബ്യരുടെ വലിയ പാപം, ഭക്തി നടിക്കുക. പ്രിയമുള്ളവരെ, ഇന്നും ദൈവം വെറുക്കുന്ന ഒരു പാപമാകുന്നു ഈ ഭക്തി ഇല്ലാതിരിക്കുമ്പോൾ ഭക്തി ഉണ്ട് എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്ന ആ ശ്രമം, ആ നാട്യം, ആ അഭിനയം. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും, അതിന്മേൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായ തൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ യാക്കോബ് സൂചിപ്പിച്ചിരിക്കുന്നത് ദാവീദിൻ്റെ കൂടാരം വീണുപോയി എന്നാണ്. എന്നാൽ ദൈവം ജാതികളെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് വിളിച്ച് ചേർത്ത ശേഷം ദാവീദിൻ്റെ കൂടാരം വീണ്ടും പണിയും. അതിനെക്കുറിച്ചാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. ഇനിയും മോവാബിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 6-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവൻ്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തതായ കരുണ തള്ളിക്കളയത്തക്ക വിധം മോവാബിൻ്റെ നിഗളം വർദ്ധിച്ചിരുന്നു. ആ കാരണത്താൽ ദൈവത്തിന് മോവാബ്യരെ ത്യജിക്കുകയും അവരെ ന്യായം വിധിക്കുകയും ചെയ്യേണ്ടതായി വന്നു. ദൈവം അവരെ വിടുവിക്കുമായിരുന്നു. എന്നാൽ അവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് പകരം തങ്ങളുടെ സ്വന്തം നീതിയിലേക്കാണ് തിരിഞ്ഞത്. സ്വയനീതിയിൽ ആശ്രയം വയ്ക്കുന്നവർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് ഇരയായിത്തീരുമെന്ന് മോവാബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.
നാം സ്വന്തം നീതിയിൽ ആശ്രയം വെക്കരുത്. നാം ഏതാണ്ട് ചെയ്തിട്ടാണ് ദൈവം നമ്മെ അംഗീകരിക്കുന്നത് എന്നുള്ള മനോഭാവമാണ് ഈ സ്വയനീതി. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാകുന്നു എന്നത്രേ ഈ പ്രവാചകൻ പറയുന്നത്. അതിന് പകരം ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ഒരുക്കിയിരിക്കുന്ന നീതീകരണത്തിൻ്റെ മാർഗമാണ് നാം വിശ്വാസത്താൽ അംഗീകരിക്കേണ്ടത്. ന്യായവിധിയുടെ നിവൃത്തി 3 വർഷത്തിനുള്ളിൽ എന്നത്രേ അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഇനി 13ഉം 14ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം. ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെക്കുറിച്ച് അരുളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ, കൂലിക്കാരൻ്റെ ആണ്ടുപോലെയുള്ള 3 ആണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും. അവൻ്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ജാതികളോട് ഇടപെടുമ്പോൾ ദൈവം ഒരു കലണ്ടർ ഉപയോഗിക്കുന്നു. എന്നാൽ സഭയുമായുള്ള തൻ്റെ ഇടപാടിൽ ദൈവം ഒരിക്കലും ഒരു കലണ്ടർ ഉപയോഗിക്കുന്നില്ല. 3 വർഷത്തിനുള്ളിൽ മോവാബ്യർ നശിപ്പിക്കപ്പെടേണ്ടിയിരുന്നു. അതെ, 3 വർഷത്തിനുള്ളിൽ ഈ ജാതിയെ നശിപ്പിക്കുവാൻ ദൈവം അശൂരിനെ ഉപയോഗിച്ചു എന്ന് ചരിത്രത്തിൽ നാം കാണുന്നു. അവരുടെ നിഗളം നിമിത്തം ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരികയാണ് ചെയ്തത്. അരുണോദയപുത്രനായ ലൂസിഫറും നിഗളിക്കുകയാണ് ചെയ്തത്. അവൻ തൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കാൾ ഉയരത്തിൽ വെച്ചു. അവൻ തൻ്റേതായ രാജ്യം സ്ഥാപിക്കുന്നതിനും ദൈവത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നതിനും താല്പര്യപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം ത്യജിക്കുകയും അവൻ്റെ വെളിപ്പാടിനെ ത്യജിക്കുകയും ചെയ്യുന്നത് നിഗളം മൂലമാണ്. ദൈവത്തിൻ്റെ വചനത്തോട് ഇന്നൊരു ആദരവുമില്ലാത്ത ജനങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഭാവം വാസ്തവത്തിൽ സഹതാപത്തിൻ്റേതായിരിക്കണം. കാരണം അവർ ചെയ്യുന്നതും മോവാബ്യർ ചെയ്തതും ഒരുപോലെയാണ്. പലർക്കും സ്വയമായി രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള താല്പര്യമാണുള്ളത്. രക്ഷ സമ്പാദിക്കുവാൻ എന്തെങ്കിലും ചെയ്യുന്നത് മനുഷ്യൻ്റെ നിഗളത്തിന് തെളിവായ പ്രവൃത്തിയാണ്. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. മനുഷ്യഹൃദയത്തിലെ അഹങ്കാരമാണ് യഥാർത്ഥ പ്രശ്നം. മോവാബിന്മേൽ ദൈവന്യായവിധി വന്നു എന്ന് നാം കാണുന്നു. ഇന്നും പൂർണ്ണമായി ഈ ദേശം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നുവെങ്കിലും അത് നമ്മോടൊരു ദൂതറിയിക്കുന്നു. അതെ, സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഈ ദൂത് വാസ്തവത്തിൽ മോവാബിന്മേൽ നമുക്ക് അന്വർത്ഥമായി കാണാവുന്നതാണ്. മോവാബിൻ്റെ ചരിത്രം ഈ സത്യത്തിന് തികഞ്ഞ തെളിവായിരിക്കുന്നു. ഇനി നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദമശ്ക്, എഫ്രീം, കൂശിലെ നദികൾക്കരികെയുള്ള ദേശം എന്നിവയുടെ മേൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണ് 17ഉം 18ഉം അധ്യായങ്ങളിൽ നാം കാണുന്നത്. ദമശ്കിൻ്റെയും എഫ്രീമിൻ്റെയും ഭാരം. സിറിയയിലെ, അതായത് അരാമിലെ പ്രധാന പട്ടണമായിരുന്നു ദമശ്ക് അഥവാ ദമസ്കസ്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിക്കുന്ന പട്ടണമെന്ന് പലരും അതിനെ വിളിക്കാറുണ്ട്, ദമസ്കസ്. ഇതേ അവകാശവാദം ഉന്നയിക്കുന്ന വേറെ പട്ടണങ്ങളും ഇന്നുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. എന്നാൽ ഒരുപാട് തെളിവുകളുണ്ട് ദമസ്കോസിനെക്കുറിച്ച് അങ്ങനെ ഒരു പറച്ചിലുണ്ട് എന്നത് വളരെ സത്യമാണ്. മറ്റേത് പട്ടണത്തെക്കാളും അധികം പ്രാവശ്യം ദമശ്ക് പലപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് വീണ്ടും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് നാം കാണുന്നു. ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദമശ്ക് ആ ദേശത്തെ മുഴുവനായി സൂചിപ്പിക്കുന്നു എന്നുകൂടി ഓർക്കണം. ഇസ്രായേലിലെ ഒരു ഗോത്രത്തിൻ്റെ പേരാണ് എഫ്രൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പട്ടണത്തിൻ്റെ പേരുമാണ്. മാത്രമല്ല ഒരു പർവ്വതത്തിൻ്റെ പേരും ഒരു വ്യക്തിയുടെ പേരും കൂടിയാണ് എഫ്രൈം എന്നുള്ളത്. ഇസ്രായേലിലെ വടക്കേ ദേശത്തെ 10 ഗോത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എഫ്രൈം എന്ന് തിരുവചനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ ഈ വിധത്തിലാണ് ഈ പേര് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 16ഉം 17ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? എഫ്രൈം
വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അതുകൊണ്ട് യെശയ്യാപ്രവചനം 17-ാം അധ്യായത്തിൽ ദമശ്കേക്കിൻ്റെയും എഫ്രൈമിൻ്റെയും കഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ സിറിയയുടെയും ഇസ്രായേലിൻ്റെയും, അതായത് വടക്കേ രാജ്യത്തിൻ്റെയും ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. യഹൂദ ദേശത്തിനെതിരായി ഇസ്രായേലും സിറിയയും പലപ്പോഴും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ട് മൂലം സിറിയയുടെ മേൽ വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ ഇസ്രായേലും പങ്കാളികളായിരിക്കുന്നു. കുറ്റത്തിൽ കൂട്ടാളികൾ എങ്കിൽ ശിക്ഷയിലും കൂട്ടാളികൾ എന്നത്രേ അർത്ഥം. ഇനിയും നമുക്ക് യെശയ്യാപ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആദ്യം ഒന്ന് വായിക്കാം. 17-1. ദമശ്കേക്കിനെ കുറിച്ചുള്ള പ്രവാചകം: ഇതാ, ദമശ്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യ കൂമ്പാരമായി തീരും. അത് ശൂന്യ കൂമ്പാരമായി തീരുമെന്ന് പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇന്നത്തെ ദമസ്കോസ് പട്ടണം പഴയ നഗരം തന്നെ എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രവചനങ്ങൾക്കെല്ലാം പ്രാദേശികവും സമകാലികവുമായ ഒരു നിവൃത്തി ഉള്ളതുപോലെ തന്നെ വിദൂര ഭാവിയിലും ഒരു നിവൃത്തിയുണ്ട് എന്നോർക്കണം. ഈ പ്രവചനത്തെക്കുറിച്ച് 2 തരത്തിലുള്ള വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇന്നത്തെ ദമസ്കോസ് പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണത്തിൻ്റെ പല അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് പഴയ ദമസ്കോസിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കാം. ദമസ്കോസ് പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ മറ്റൊരു സ്ഥാനത്ത് വീണ്ടും പണിയപ്പെട്ടതാകാൻ ഇടയുണ്ട്. എന്നാൽ യെരുശലേമിനെ പോലെ മറ്റ് ചില പട്ടണങ്ങൾ അവയുടെ സ്ഥാനത്തിനുള്ള പ്രാധാന്യം നിമിത്തം പഴയ സ്ഥാനത്ത് തന്നെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഭൂഗർഭ ഗവേഷകന്മാർ ഈ കാര്യത്തിൽ ഉറച്ച ഒരു നിഗമനത്തിൽ എത്തുന്നത് വരെ പ്രശ്നം നമുക്ക് അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. രണ്ടാമതായി, ചരിത്രത്തിലെ തുടർച്ചയായുള്ള യുദ്ധങ്ങളെ ദമസ്കോസ് പട്ടണം അതിജീവിച്ചിട്ട് സ്ഥാനമാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു പട്ടണമല്ലാത്ത വിധം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പുരാതന പട്ടണം ഇത് തന്നെയായിരിക്കാം. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അത് ഇന്നുവരെ അതിജീവിച്ചു. പ്രത്യേകിച്ചും പട്ടാളത്തിൻ്റെ മാർച്ച് പലവട്ടം കണ്ടിട്ടുള്ള ഒരു ദേശത്ത് ഈ പട്ടണം ഇന്നുവരെയും നിലനിൽക്കുന്നു. എത്ര പ്രാവശ്യം യുദ്ധം നടന്നതായ ഒരു പ്രദേശമാണിത്. അവർ നിലനിൽക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാകുന്നു. എന്നാൽ മഹാപീഡന കാലത്ത് ഈ പട്ടണം അതിനെ അതിജീവിക്കുകയില്ല. യെശയ്യാവ് ഇവിടെ പറയുന്നത് പോലെ ഈ പട്ടണം നശിപ്പിക്കപ്പെടും. അതൊരു പട്ടണം എന്ന നിലയിൽ നിലനിൽക്കുകയില്ല. അത് ശൂന്യ കൂമ്പാരമായി തീരും. പ്രവാചകൻ ഇവിടെ നൽകിയിരിക്കുന്ന പ്രവചനം ശരിയാകുന്നു എന്നത്രേ ഈ 2 വിശദീകരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും 2-ാം വാക്യത്തിലേക്ക് വന്നാണ്ട് 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു, അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും, ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും. ദമസ്കോസിലുള്ള അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് ഈ അരോവേർ പട്ടണങ്ങൾ. ഈ പ്രദേശങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. മുമ്പൊരു പക്ഷേ ഇത് സംഭവിച്ചിരിക്കാം, എന്നാൽ വീണ്ടും അത് സംഭവിക്കുവാൻ പോകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: എഫ്രൈമിൽ കോട്ടയും ദമശ്കേക്കിൽ രാജത്വവും ഇല്ലാതെയാകും, ആരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വടക്കേ ഗോത്രമായ ഇസ്രായേൽ തങ്ങൾക്ക് ദമസ്കോസുമായുള്ള കൂട്ടുകെട്ട് മൂലം അവരുടെ ഭാരത്തിൽ അഥവാ അവരുടെ കഷ്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ശിക്ഷയിൽ അവർ അനുഭവിക്കാൻ പോകുന്ന ന്യായവിധിയിൽ പങ്കാളികളായി തീരുന്നു എന്നത്രേ ഇവിടെ പറയുന്നത്. ഇനിയും 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കാം. നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്നു, നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെ ഇരിക്കുകൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്നു. വടക്കേ ദേശമായ ഇസ്രായേലിനോടാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരികമായി നിവൃത്തിയായി. ലെബാനോനിലെ മരങ്ങൾ മാറ്റപ്പെട്ടു. എന്നാൽ ഇന്ന് ആ ദേശത്ത് വളരെയധികം മരങ്ങൾ നട്ടു വളർത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒലിവ് മല മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്നാൽ തുർക്കികൾ പലസ്തീൻ പിടിച്ചപ്പോൾ അവർ ദേശത്തെ പച്ചവൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ഇസ്രായേൽ ദേശത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ നിവൃത്തിയായിട്ട്
നമുക്കിതെല്ലാം കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ മരുഭൂമി പോലെ ആയിത്തീർന്ന സ്ഥലങ്ങൾ വീണ്ടും അത് പച്ചയായിത്തീരുന്നതായിട്ടുള്ള അവസ്ഥ. ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വിശ്വസനീയമാണ്. നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒന്നത്രേ ദൈവത്തിൻ്റെ വചനം. അതനുസരിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ നാം സമയമെടുക്കുന്നത് എപ്പോഴും അനുഗ്രഹമായിരിക്കും. ഈ പ്രവചനങ്ങളൊക്കെ നാം കാണുമ്പോൾ, അതെ, തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്ന അന്ത്യകാല സംഭവങ്ങളും അതും ഈ നടന്നതുപോലെ നടക്കുമെന്ന ഉറപ്പിന്മേൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ദൈവവചനം കൂടുതൽ നിങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മുഖപക്ഷം ഇല്ലാത്തവനാകുന്നു ന്യായാധിപതിയായ ദൈവം. ദൈവഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച ന്യായവിധി സുവിശേഷം അനുസരിക്കാത്തവരുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നതാണ് ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടത്. ദൈവത്തിന് കീഴടങ്ങുവീൻ എന്നാകുന്നു യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.